ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമ്മെല്ലാവരെയും പരിശുദ്ധാത്മാവ് നയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടെ നിങ്ങളെല്ലാവരെയും വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഓരോ വചനവും നമ്മുടെ ആത്മാവിനെ സ്പർശിക്കട്ടെ എന്നും നമ്മളെ മാനസാന്തരത്തിലേക്ക് നയിക്കട്ടെ എന്നും ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ വചനം തിരുവചനം എന്ന ശുശ്രൂഷയിൽ അച്ഛൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വചനം മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21-22 വാക്യങ്ങളാണ്. ഈ സുവിശേഷ ഭാഗത്ത് നാം ഇപ്രകാരം വായിക്കുന്നു: യേശു അവിടെ നിന്ന് പുറപ്പെട്ട് ടൈർ, സിദോൺ എന്നീ പ്രദേശങ്ങളിലെത്തി. അപ്പോൾ ആ പ്രദേശത്ത് നിന്ന് ഒരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, എൻ്റെ മേൽ കനിയണമേ. എന്നിട്ടൊരു വലിയ അപേക്ഷയാണ് സമർപ്പിക്കുന്നത്. എൻ്റെ പുത്രിയെ, എൻ്റെ മകളെ പിശാചു ക്രൂരമായി പീഡിപ്പിക്കുന്നു. അപ്പോൾ ഈ അമ്മ നിലവിളിച്ചുകൊണ്ട് വരുന്നത് തൻ്റെ മകളെ ഒരു ബാധ കൂടിയിരിക്കുന്നുവെന്നും ഒരു പിശാച് കൂടിയിരിക്കുന്നുവെന്നും ആ പിശാച് അതിക്രൂരമായി പീഡിപ്പിക്കുന്നുവെന്നും നിലവിളിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിരിക്കുകയാണ്. ഈ വചനം ഇന്ന് തിരഞ്ഞെടുക്കാൻ കാരണം 2000 വർഷങ്ങൾക്ക് മുൻപ് കർത്താവിൻ്റെ കാലഘട്ടത്തിൽ വിജാതിയായ ആ ഒരു സ്ത്രീ കരഞ്ഞ് നിലവിളിച്ചു കൊണ്ടുവന്ന അതേ പ്രശ്നം ഇന്ന് നമ്മുടെ ഈ ആധുനിക ലോകത്ത് ഒരുപാട് മാതാപിതാക്കന്മാരുടെ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഇന്ന് ധാരാളം മാതാപിതാക്കന്മാർ അനുഭവിക്കുന്ന വലിയ പ്രശ്നം തങ്ങളുടെ മക്കളെ തങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഏതോ തിന്മകൾ, ഏതോ ബന്ധനങ്ങൾ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. കാരണം ഒരുപാട് ചെറിയ മക്കൾ നിരാശയുടെ പടുകുഴിയിൽപ്പെട്ടിരിക്കുന്നു. അവർക്ക് ധാർഷ്ട്യവും അഹങ്കാരവും അനുസരണക്കേടും മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ ദൈവത്തിനോടും മാതാപിതാക്കളോടും സമൂഹത്തിനോടും രാജ്യത്തിനോടും വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സുഖം എൻ്റെ സുഖം എൻ്റെ സുഖം എന്ന ആ ഒരു സ്വാർത്ഥതയ്ക്ക് അടിമപ്പെടുകയും അതിന് മറ്റൊരു ഭാഗമുള്ളത് ഇവൻ റൂം അടച്ച് അല്ലെങ്കിൽ അവൾ റൂം അടച്ച് ഏതു നേരവും മൊബൈൽ ഫോണും മൊബൈൽ ഗെയിമുകളുമായിട്ട് മറ്റുള്ളവരുമായിട്ട് യാതൊരു സംസർഗവും ഇല്ലാതെ എല്ലാവരെയും നിരാശപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തിനും നാടിനും കുടുംബത്തിനും വളരെയധികം അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന ഒരു പുതിയ തലമുറയാണ് നമ്മുടെ ചുറ്റുപാടും കാണുന്നത്. ഈ മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ധ്യാന കേന്ദ്രങ്ങളിലും വൈദികരുടെ അടുത്തും വന്ന് പറയണത്, അച്ഛാ, എൻ്റെ മകൻ എന്തോ സംഭവിച്ചിരിക്കുന്നു, എൻ്റെ മകൾക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു. നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, നന്നായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകള് വളരെ വിചിത്രമായിട്ട് പെരുമാറുന്നു. അവൾക്ക് അല്ലെങ്കിൽ അവന് ആരോടും സ്നേഹമില്ല, അവന് ദൈവത്തോട് സ്നേഹമില്ല. പണ്ട് ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നവൻ ഇന്ന് അവർ പ്രാർത്ഥിക്കുന്നില്ല. ഇന്ന് എല്ലാവരോടും ദേഷ്യമാണ്, എല്ലാവരോടും വെറുപ്പാണ്, എല്ലാത്തിനോടും പകയാണ്. ഏതു നേരവും നിർഭാഗ്യവശാൽ ഈ കുട്ടികൾ മൊബൈൽ ഫോണുകളിൽ അടിമകളായി തീരുകയാണ്. അപ്പോൾ കുട്ടികളെല്ലാം ഈ ഇൻ്റർനെറ്റിനും ഗെയിമുകൾക്കും അടിമയായിട്ട് മരണം വരിക്കാനായിട്ട് തയ്യാറാകുന്ന വലിയൊരു ദുരന്തത്തിലാണ് നമ്മുടെ ആധുനിക ലോകം പകച്ചു നിൽക്കുന്നത്. പ്രിയപ്പെട്ടവർ, എന്താണ് ഇവിടെ പറ്റിയിരിക്കുന്നത്? ന്യൂ ജനറേഷൻ്റെ പേര് പറഞ്ഞുകൊണ്ട് സാത്താൻ നമ്മുടെ ലോകത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ആധുനിക ലോകത്തിൽ മറഞ്ഞിരിക്കുന്ന സാത്താൻ്റെ തട്ടിപ്പുകളെ വെളിച്ചത്ത് കൊണ്ടുവരുവാനുള്ള വലിയൊരു വിളി നാം ക്രൈസ്തവർ ഏറ്റെടുക്കേണ്ടിയിരിക്കുകയാണ്. എന്താണ് ശരിക്കും നമുക്ക് പറ്റിയിരിക്കുന്ന തെറ്റ്? നമ്മുടെ കുടുംബങ്ങൾക്ക് പറ്റിയ തെറ്റെന്താണ്?
നമ്മൾ പ്രധാനമായിട്ട് 2 പാപങ്ങളാണ് ചെയ്തത്. ഒന്ന്, ദൈവത്തിൻ്റെ കൽപ്പനകളെ നാം ധിക്കരിച്ചു. ദൈവത്തിൻ്റെ കൽപ്പനകളെ ധിക്കരിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിന് പ്രാധാന്യം കൊടുക്കാതെ, ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കാതെ, നമ്മുടെ മകനെ മകളെ ഡോക്ടറാക്കാൻ, എഞ്ചിനീയറാക്കാൻ വേണ്ടി നാം നെട്ടോട്ടം ഓടുകയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് കൊടുക്കേണ്ട ദൈവവചനത്തിനും ദൈവസ്നേഹത്തിനും പ്രാധാന്യം കൊടുക്കാതെ ദൈവത്തിൻ്റെ കൽപ്പനകളെ ധിക്കരിച്ചതാണ് നാം ചെയ്ത ഏറ്റവും വലിയ പാപം. രണ്ടാമത്, ദൈവത്തിൻ്റെ കൽപ്പനകളിലൊന്ന് ഈ ലോകത്ത് നമുക്ക് ലഭിക്കുന്ന കുഞ്ഞുങ്ങളെ സ്നേഹത്തോടെ സ്വീകരിക്കലാണ്. ഇന്നത്തെ തലമുറയ്ക്ക് എന്താണ് പറ്റാൻ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് നമ്മുടെ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളുടെ എണ്ണം കുറഞ്ഞതാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരിക്കലും ഒരു ചെറിയ കുഞ്ഞ്, ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് എന്നോട് വന്ന് പറഞ്ഞു, അച്ഛൻ എൻ്റെ വീട്ടിലേക്ക് വരാമോ? അപ്പം ഞാൻ ചോദിച്ചു, എന്താ മോനെ, എൻ്റെ വീട്ടിൽ എന്തുണ്ട്? അച്ഛൻ വന്നാൽ ഞാൻ എൻ്റെ കുഞ്ഞു പെങ്ങളെ കാണിച്ചു തരാം. എന്നിട്ട് അവൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞു പെങ്ങള് എന്ത് ഭംഗിയുള്ളതാണെന്നറിയാമോ? നല്ല കാണാൻ ഭംഗിയുള്ള എൻ്റെ കുഞ്ഞു പെങ്ങളെ കാണാനായിട്ട് അച്ഛൻ വരാമോ? അങ്ങനെ ഈ കുട്ടിയുടെ നിർബന്ധം സഹിക്കവയ്യാതെ ഞാൻ അവൻ്റെ വീട്ടിലേക്ക് ഒരു ദിവസം അവനോടൊപ്പം പോവുകയാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് എന്നെ കൊണ്ടുപോകുന്നത് അവൻ്റെ വീട്ടിൽ അവൻ്റെ കുഞ്ഞ് അനുജത്തിയെ കാണിച്ചു തരാനാണ്. ഞാൻ ആ വീട്ടിലേക്ക് ചെന്ന് മാതാപിതാക്കളൊക്കെ വന്ന് എന്നെ വിളിച്ചിരുത്തി. ഞാൻ ആ കുഞ്ഞിനെ കാണാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാണ്. അപ്പോൾ വേറെ ഒരു കുഞ്ഞിൻ്റെ യാതൊരുവിധ സാന്നിധ്യവും അവിടെ കാണുന്നില്ല. അവസാനം ഞാൻ ഇവനെ നെഞ്ചോട് ചേർത്ത് ചോദിച്ചു, മോനെ, നിൻ്റെ കുഞ്ഞു പെങ്ങൾ എവിടെ? അപ്പോഴാണ് ആ മോൻ ഉടനെ റൂമിനുള്ളിൽ പോയി എടുത്തുകൊണ്ട് വന്നത് സുന്ദരിയായ ഒരു പൂച്ചക്കുട്ടിയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഇന്നത്തെ മക്കൾക്ക് പറ്റിയ ദുരന്തങ്ങളിലൊന്ന് അവർ ഒറ്റപ്പെട്ടു പോകുന്നുവെന്നുള്ളതാണ്. പണ്ട് 6ഉം 10ഉം മക്കളും ഒക്കെ ഉണ്ടായിരുന്ന കുടുംബങ്ങളിൽ അപ്പോൾ ഒരു തിന്മയുടെ എൻ്റെ മകൻ എൻ്റെ മകള് എന്ത് ചെയ്യുന്നുവെന്ന് മാതാപിതാക്കൾക്ക് അറിയാനുള്ള അവസരമുണ്ടായിരുന്നു. അതല്ല എങ്കിൽ ഈ മകനിൽ വന്നു ചേരുന്ന തിന്മകളുടെ ശക്തികളെ ആ സഹോദരങ്ങളുടെയും അവരുടെ കൂട്ടായ്മകളിലൂടെ അതിനെ തകർക്കാൻ സാധിക്കുമായിരുന്നു. ഇന്ന് നമ്മുടെ മകനും മകളും നമ്മൾ കുട്ടികളുടെ എണ്ണത്തെ ബോധപൂർവം നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നാം അതില്ലാതാക്കി കളഞ്ഞപ്പോൾ അതിൻ്റെ ദുരന്ത ഫലമാണ് ഇന്നത്തെ തലമുറ അനുഭവിക്കുന്നത്. നമ്മളിപ്പോൾ മാതാപിതാക്കളോട് ചോദിക്കുകയാണ്, അല്ല, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു കുട്ടിയിൽ അല്ലെങ്കിൽ 2 കുട്ടിയിൽ നിർത്തിയോ? കാരണം പണ്ട് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന നിയമമാണല്ലോ, നാം 2 നമുക്ക് 2, നമ്മൾ വളരെ സന്തോഷമായിട്ട് ജീവിക്കാം. പിന്നീട് പറഞ്ഞു നാം 1 നമുക്കൊന്ന്. പക്ഷേ പിന്നീട് ഇന്ത്യ മനസ്സിലാക്കിയത്, ഇന്ത്യയിലെ പ്രത്യേകിച്ച് സാമ്പത്തിക വിദഗ്ധർ ഒരു കാലത്ത് പറഞ്ഞു, ഇവിടത്തെ ദാരിദ്ര്യത്തിന് കാരണം നമ്മുടെ രാജ്യത്തെ റാപ്പിഡ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ, ഇവിടെ വളരുന്ന ആ ഒരു ജനസംഖ്യയുടെ വളർച്ചയാണെന്നാണ് ഒരു കാലത്ത് പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് നാം 1 നമുക്കൊന്ന്, അല്ലെങ്കിൽ നാം 2 നമുക്ക് 2 എന്നുള്ള ചിന്തകളിലൂടെ കുഞ്ഞുങ്ങളുടെ എണ്ണത്തെ ക്രമപ്പെടുത്താനായിട്ട് നോക്കിയത്. ഇന്ന് ഇന്ത്യ, ചൈന, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം മനസ്സിലാക്കി ലോകം മുഴുവൻ സാമ്പത്തികമായിട്ടുള്ള വലിയ ക്രൈസിസിലൂടെ കടന്നുപോയപ്പോൾ ഇന്ത്യ, ചൈന, ബ്രസീൽ എന്ന രാജ്യങ്ങൾ പിടിച്ചു നിൽക്കാൻ കാരണങ്ങളിലൊന്ന് തങ്ങളുടെ രാജ്യങ്ങളിലുണ്ടായ മനുഷ്യരുടെ സമ്പത്താണ്. കാരണം അതുമൂലം അവർക്ക് നിലനിർത്താൻ സാധിച്ച തങ്ങളുടെ ആഭ്യന്തര കമ്പോളം അവർക്ക് ശക്തിയോടുകൂടി നിലനിർത്താൻ സാധിച്ചു. ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വസ്തുവകകൾ ഇവിടെ തന്നെ വിൽക്കാനുള്ള മാർക്കറ്റ് അവർക്കുണ്ടാകുകയും ജനസംഖ്യ കുറഞ്ഞുപോയ പടിഞ്ഞാറൻ രാജ്യങ്ങൾ തങ്ങളുടെ രാജ്യങ്ങളിൽ ഉണ്ടാക്കുന്ന വിഭവങ്ങൾ, പ്രോഡക്റ്റുകൾ വിൽക്കാൻ സ്ഥലമില്ലാതെ ആയപ്പോൾ അവർ സാമ്പത്തികമായിട്ട് തകർന്നുകൊണ്ടിരിക്കുന്നത് നാം കാണുകയാണ്. അപ്പോൾ സാമ്പത്തിക മേഖല എടുത്തു നോക്കിയാലും ആത്മീയ മേഖല എടുത്തു നോക്കിയാലും ഒരു കുടുംബത്തിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ സമ്പത്തെന്ന് പറയുന്നത് നമ്മുടെ മക്കളാണ്. ഇനിയിപ്പോൾ മാതാപിതാക്കളോട് ചോദിക്കുകയാണ്, അല്ല, നിങ്ങൾ എന്തിനാണ് ഒരു മോനെ കൊണ്ട് ഒരു മോളെ കൊണ്ട് നിർത്തിയത്? അപ്പോൾ പല മാതാപിതാക്കളും പറയാറുണ്ട്, അച്ഛാ, ഞങ്ങൾക്ക് അവനെ സ്നേഹിക്കാൻ വേണ്ടിയാണ്, ഞങ്ങളുടെ സർവ്വതും കൊടുക്കുവാൻ, ഞങ്ങളുടെ ആരോഗ്യം കൊടുക്കുവാൻ, ഞങ്ങളുടെ മുഴുവൻ പണവും, ഞങ്ങളുടെ മുഴുവൻ സ്നേഹവും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈ കുഞ്ഞു മക്കളോട് പോയി ഒന്ന് ചോദിച്ചു നോക്ക്, അല്ലെങ്കിൽ അവരുടെ അധ്യാപകരോടൊന്ന് ചോദിച്ചു നോക്ക്. ഈ ഒറ്റ മോനും ഒറ്റ മോളും ഒക്കെ
അധ്യാപകരോട് പറയുന്നത് ഞങ്ങൾക്ക് സ്നേഹം കിട്ടുന്നില്ല. ഇവരിങ്ങനെ എല്ലാ സ്നേഹവും കൊടുത്തു. പണത്തിന് പണം, വസ്ത്രത്തിന് വസ്ത്രം, മരുന്നിന് മരുന്ന്, ഏറ്റവും നല്ല ഹോസ്പിറ്റല്, ഏറ്റവും നല്ല ഭക്ഷണം, ഏറ്റവും നല്ല വസ്ത്രങ്ങൾ, ഇതെല്ലാം വാങ്ങിക്കൊടുത്തിട്ടും ഈ കുട്ടികൾ പറയുന്നത് ഞങ്ങൾക്ക് സ്നേഹം കിട്ടുന്നില്ല, ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ അസ്വസ്ഥത മൂലം ഇവർ ചെന്ന് പെടുന്നത് ഇൻ്റർനെറ്റിനും മറ്റു പല വിധത്തിലുള്ള സ്വാധീനങ്ങളിൽ അടിമപ്പെട്ടു പോവുകയാണ്. ഏറ്റവും അവസാനം ചെന്നെത്തുന്നത് എവിടെയാ? വലിയ നിരാശയിലേക്ക് കുട്ടികൾ കടന്നു പോവുകയാണ്. ഈ ആധുനിക ലോകത്ത് മറഞ്ഞിരിക്കുന്ന സാത്താൻ്റെ തട്ടിപ്പ് പണ്ടത്തെ കാലത്തൊക്കെ വിശുദ്ധന്മാർ ചെകുത്താന്മാരോട് നേരിട്ട് യുദ്ധം ചെയ്തതായിട്ട് കാണാറുണ്ട്. പ്രത്യേകിച്ച് മരുഭൂമിയിലെ വിശുദ്ധ അന്തോനീസൊക്കെ അവരുടെ മുൻപിൽ ചെകുത്താൻ വന്ന് നേരിട്ട് അടിച്ച് വിശുദ്ധ അന്തോനീസിനെ നിലം പരിശാക്കുകയും അവിടെ നിന്ന് ക്രിസ്തുനാഥൻ അവരെ രക്ഷിക്കുന്നതായിട്ടുള്ള വലിയ അനുഭവങ്ങളൊക്കെ മരുഭൂമിയിലെ വിശുദ്ധ അന്തോനീസിൻ്റെ ജീവിത ചരിത്രത്തിലൊക്കെ നമുക്ക് വായിക്കാൻ സാധിക്കും. എന്നാൽ ഇന്ന് ആധുനിക ലോകത്ത് സാത്താനെ മറഞ്ഞിരിക്കാൻ ഇന്ന് നമ്മുടെ മുൻപിൽ നേരിട്ട് വരേണ്ട ആവശ്യമില്ല. പലവിധ മേഖലകളിലൂടെ നമ്മളെ തട്ടിപ്പ് നടത്തി അവൻ്റെ ഏക ലക്ഷ്യം എന്താ? നമ്മളെ ആത്മീയമായിട്ട് തകർക്കാൻ, നമ്മളെ ശാരീരികമായിട്ട് തകർക്കാൻ, പുതിയ തലമുറയെ ഭീകരന്മാരാക്കാൻ. ഇന്ന് ആരാണ് ഈ ഭീകരതയ്ക്ക് പോകുന്നത്? അവർ അസ്വസ്ഥരായ ഒരു വർഗമാണ്. അവർക്ക് എന്തിനോ വേണ്ടി എന്തോ അസംതൃപ്തരാണ്. അപ്പോഴാണ് ഭീകരവാദികൾ അവരെ ആകർഷിക്കുന്നത്. അങ്ങനെ ആകർഷിക്കപ്പെടുന്നവരാണ് ഭീകരന്മാരായിട്ട് മാറുന്നത്. ഇന്ന് സാത്താൻ ലക്ഷ്യമിടുന്നത് ഇന്നത്തെ സമൂഹത്തെ ഭീകരതയ്ക്ക് അടിമയാക്കുക. അതായത് ദൈവരാജ്യ സാക്ഷാത്കാരത്തിനോടനുബന്ധിച്ച് ദൈവജനത്തിന് ലോകത്തിന് ലഭിക്കേണ്ട അനുഗ്രഹങ്ങളെ തടയാനാണ് ആധുനിക ലോകത്ത് സാത്താൻ ഈ വക തട്ടിപ്പുകളോടെ വന്ന് നമ്മുടെ കുടുംബങ്ങളെ തകർക്കുന്നത്. നമ്മുടെ കുടുംബങ്ങളിലെ മക്കളെ ഭീകരന്മാരാക്കും, നമ്മുടെ മക്കളെ സ്വാർത്ഥതയ്ക്ക് അടിമപ്പെടുത്തും, നമ്മുടെ മക്കളെ അസ്വസ്ഥരാക്കും, വിഷാദ രോഗികളാക്കും. ഇന്ന് നമ്മുടെ ആശുപത്രികളിലൊക്കെ ചെന്നാൽ മാതാപിതാക്കൾ കുട്ടികളുമായിട്ട് ഓടുകയാണ്. സൈക്കോളജിസ്റ്റിനെ കാണാൻ, സൈക്യാട്രി ഡോക്ടർമാരെ കാണാൻ. എന്തോ എൻ്റെ കുഞ്ഞിന് പറ്റിയിരിക്കുന്നു. ഇന്ന് മെഡിക്കൽ ഷോപ്പുകളിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന മരുന്നുകൾ പോലും ഡിപ്രഷന് വേണ്ടിയുള്ളതാണ്, വിഷാദ രോഗത്തിന്. ഏറ്റവും നമ്മളെല്ലാവരെയും സങ്കടപ്പെടുത്തുന്നത് 18, 16, 17, 20, 21 വയസ്സുള്ള നമ്മുടെ സമൂഹത്തിൻ്റെ തന്നെ ശക്തിയായി മാറേണ്ട കുട്ടികളാണ് ഈ രീതിയിൽ വിഷാദ രോഗങ്ങൾക്കൊക്കെ അടിമപ്പെടുന്നത്. ഈ സാത്താൻ്റെ മറ്റൊരു തട്ടിപ്പ് എന്താണ്? ഇവരെ കലഹപ്രിയരാക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഇവർക്ക് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ലഭിച്ചത് കൊണ്ടും ഈ സാത്താൻ നമ്മുടെ സംസ്കാരത്തിൽ ഒളിഞ്ഞിരുന്നു കൊണ്ട് നമ്മുടെ കുട്ടികളെ കലഹപ്രിയരാക്കുന്നു. മാതാവിനോട് വെറുപ്പ്, അമ്മയോട് വെറുപ്പ്, പിതാവിനോട് വെറുപ്പ്, മാതാപിതാക്കൾക്ക് കുട്ടികളോട് അനിഷ്ടം, അതുപോലെ തന്നെ സഹോദരങ്ങൾ തമ്മിൽ വെറുപ്പ്, അധ്യാപകരോട് വെറുപ്പ്. ഇവർക്ക് പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള വലിയൊരു മെൻറ്റാലിറ്റിയിലേക്ക്, സുഖഭോഗത്തിൻ്റെ, ആഡംബരത്തിൻ്റെ, ഇതേപോലുള്ള ഇൻ്റർനെറ്റുകൾ പോലുള്ള അടിമത്തത്തിൻ്റെ, മദ്യത്തിൻ്റെ, മയക്കുമരുന്നിൻ്റെ, അതുപോലെ തന്നെ ലൈംഗിക അരാജകത്വത്തിൻ്റെ ഈ വക അടിമത്തത്തിലേക്ക് ചെകുത്താൻ നമ്മുടെ കുട്ടികളെ തള്ളിവിടുകയാണ്. കാനാൻകാരിയായ സ്ത്രീ നിലവിളിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് എൻ്റെ മകളെ രക്ഷിക്കണമേ ഈശോയെ എന്ന് വിളിച്ച് കരഞ്ഞതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കൽ കൂടെ നമ്മുടെ ദൈവജനം ദൈവത്തിങ്കിലേക്ക് പിന്തിരിഞ്ഞ് വരും തലമുറയെ രക്ഷിക്കുന്നതിന് നമ്മുടെ പാരമ്പര്യം അനുസരിച്ചുള്ള നമ്മുടെ കൂതാശകളോടുള്ള ദാഹത്തിലേക്ക്, വചനത്തോടുള്ള ദാഹത്തിലേക്ക്, അതുപോലെ തന്നെ സഭയോടുള്ള സ്നേഹത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കണം. എത്രയോ മക്കളാണ്, എത്രയോ കുടുംബങ്ങളാണ് ഞായറാഴ്ചത്തെ കുർബാനകളൊക്കെ മുടക്കി, കാറ്റഗീസമൊക്കെ മുടക്കി കുട്ടികളെ ട്യൂഷൻ അയക്കുന്നത്. അവരെന്തിനാണ് അത് ചെയ്യുമ്പോൾ നമ്മൾ ചോദിച്ചാൽ, അച്ഛാ എൻ്റെ മകൻ എൻട്രൻസ് പഠിച്ചോട്ടെ, എൻ്റെ മകൾ എൻട്രൻസ് പഠിക്കാൻ പോവുകയാണ്, അവർക്ക് ഡോക്ടറാകണം, എൻജിനീയർ ആകണം. പ്രിയപ്പെട്ടവരെ, ഇവൻ ഡോക്ടറാകും, എൻജിനീയറാകും, പക്ഷെ എന്നിട്ട് കൃപയില്ലാത്തവരായി നല്ലൊരു കുടുംബനാഥനാകാൻ പറ്റാതെ വന്നാലോ, നല്ലൊരു അപ്പനാകാൻ പറ്റാതെ വന്നാലോ, നല്ലൊരു ഭർത്താവാകാൻ പറ്റാതെ വന്നാലോ, ആ ദുരന്തമല്ലേ നമ്മുടെ കുടുംബങ്ങളൊക്കെ ഇന്ന് അനുഭവിക്കുന്നത്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെയധികം വിവേകത്തോടെ ജാഗ്രതയോടെ മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണ്. പല കുടുംബങ്ങളും ഇന്ന് തകർച്ചകൾ നേരിടുകയാണ്. കാരണം പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്നില്ല,
പരസ്പരം മനസ്സിലാക്കാനുള്ള കഴിവ് ഈ ചെകുത്താൻ തല്ലിക്കെടുത്തി കളയുകയാണ്. വിവേകവും ജ്ഞാനവും നന്മതിന്മകളെ തിരിച്ചറിയാനുള്ള കഴിവുകളുമെല്ലാം ചെകുത്താൻ അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുകയാണ്. ഇതുമൂലം നമ്മുടെ കുടുംബങ്ങൾ വലിയ വെല്ലുവിളി നേരിടുകയാണ്. യുവ ദമ്പതികളൊക്കെ വലിയ തകർച്ച നേരിടുകയാണ്. ശാപവും വെറുപ്പും ഇതെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ ഇപ്പോൾ വളരെയധികം സാധാരണയായിരിക്കുക. നമ്മളെ അനുസരിക്കാത്ത മക്കളെ ശപിക്കുന്ന മാതാപിതാക്കൾ, തങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ തങ്ങളെ പരിപാലിക്കാത്ത മാതാപിതാക്കളെ ശപിക്കുന്ന മക്കൾ. അപ്പം ശാപത്തിൻ്റെ കെട്ടുകൾ പോലും നമ്മുടെ കുടുംബങ്ങളിൽ അങ്ങനെ ആഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കുക. മദ്യപാനവും മയക്കുമരുന്നും രോഗപീഠകളും ആധുനിക ലോകത്തിൻ്റെ സുഖങ്ങൾ മൂലം എത്രയോ അനവധി രോഗങ്ങളാണ് നമ്മളെ ബാധിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സാമ്പത്തിക തകർച്ചകൾ. ഇവിടെ യോഹന്നാൻ 10:10 ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, സാത്താൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും തകർക്കാനും വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ സാത്താൻ കടന്നു വരാതെ സൂക്ഷിക്കേണ്ട ജാഗ്രത ആധുനിക ലോകത്ത് നാം കാണിക്കണം. വളരെയധികം വിവേകത്തോടെ നാം സഭയോട് ചേർന്ന്, പരിശുദ്ധ കുർബാനയോട് ചേർന്ന്, ദൈവവചനത്തോട് ചേർന്നിരുന്നാൽ മാത്രമേ നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ആധുനിക ലോകത്തിലെ തട്ടിപ്പുകൾ, ഈ സാത്താൻ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് എപ്പോൾ വേണമെങ്കിലും ഏത് കുടുംബത്തിലേക്ക് വേണമെങ്കിലും കടന്നു വരാം. അപ്പം അതുകൊണ്ട് വളരെയധികം ജാഗ്രതയും കൃപയുള്ളവരുമായിട്ട്, തീഷ്ണതയുള്ളവരായിട്ട്, അഭിഷേകമുള്ളവരായിട്ട് മാറേണ്ട സമയമായിരിക്കുകയാണ്. പ്രാർത്ഥനയിൽ വളരണം. കഴിഞ്ഞ ദിവസം ഒരു അമ്മ വന്ന് പറഞ്ഞത്, അച്ഛാ എൻ്റെ മകൻ ഇങ്ങനെ ഇൻ്റർനെറ്റിന് അടിമയാണ്, അവന് ഞാൻ എന്താ ചെയ്യുക, ഒരു മോനേ ഉള്ളൂ. അമ്മ പറഞ്ഞു, എടാ നീ മര്യാദയ്ക്ക് പെരുമാറിയില്ലെങ്കിൽ നിന്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഓരോ ദിവസവും പേടിപ്പിക്കുക, അച്ഛൻ വരട്ടെ അച്ഛൻ വരട്ടെ. ഏറ്റവും അവസാനം അച്ഛൻ വന്നപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ എനിക്ക് ഏറ്റവും മോസ്റ്റ് മോഡേൺ മൊബൈൽ ഫോൺ വാങ്ങിച്ചു തരണം. അച്ഛൻ പറഞ്ഞു, മോനെ നിനക്കെന്തിനാണ് അത്ര, നീ വെറും 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയല്ലേ, നിനക്കെന്തിനാണ് ഇത്ര മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള മൊബൈൽ ഫോണ്? അച്ഛൻ നിങ്ങൾ എനിക്കത് വാങ്ങിച്ചു തരുന്നുണ്ടോ ഇല്ലയോ? ഇവൻ്റെ ഷാഠ്യം കണ്ടപ്പോൾ അച്ഛൻ വളരെ ഗൗരവത്തിൽ അവനെ അടിക്കാനായിട്ടൊന്ന് കയ്യോങ്ങി. പിന്നീട് ഞാൻ അറിഞ്ഞത്, ആ കുഞ്ഞ് അവിടെ ഇരുന്ന കത്തിയെടുത്ത് സ്വന്തം പിതാവിൻ്റെ വയറ്റിൽ കയറ്റുകയാണ് ചെയ്തത്. കത്തി കൊണ്ട് സ്വന്തം പിതാവിനെ കുത്തി. കേസിനൊന്നും പോകാതെ ആ പിതാവ്, വ്യവസ്ഥകളില്ലാത്ത സ്നേഹം, ഇങ്ങനെ ഇത്ര ക്രൂരമായിട്ട് പെരുമാറിയിട്ട് പോലും ആ മകനോട് ക്ഷമിക്കുന്ന അപ്പൻ. അവരാ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് വന്നത്, ഞങ്ങളുടെ മകനെ ബാധ കൂടിയിരിക്കുന്നു വച്ചാ, ബാധ ഒഴിപ്പിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെയധികം ജാഗ്രത കാണിക്കേണ്ട ഒരു കാലഘട്ടമാണ്. വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ച് വന്നതുപോലെ ദൈവകൽപ്പനകൾക്ക് വിധേയരായി ജീവിക്കാൻ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രത്യേകം പരിശീലിപ്പിക്കണം. കുഞ്ഞുനാൾ മുതൽ തന്നെ പരിശീലിപ്പിക്കണം. ദൈവസ്നേഹം നിറഞ്ഞിരിക്കുന്നവരുടെ ആ കുടുംബങ്ങളിൽ ഒരിക്കലും സാത്താൻ കടന്നു വരില്ല. ദൈവം തൻ്റെ കാവൽ മാലാഖമാരെ, മിഖേൽ മാലാഖയെ നമ്മുടെ വീടിന് ചുറ്റും കോട്ട കെട്ടി സംരക്ഷിക്കാനായിട്ട് ദൈവം തൻ്റെ മാലാഖ അയച്ചുകൊള്ളും. മിഖേൽ മാലാഖ നമ്മുടെ കുടുംബങ്ങളിൽ കോട്ട കെട്ടി സംരക്ഷിക്കുമെങ്കിൽ ആ കുടുംബങ്ങളിൽ എങ്ങനെയാണ് സാത്താൻ കടന്നു വരുന്നത്? മിഖേൽ മാലാഖയുടെ സംരക്ഷണം പണ്ട് നമ്മുടെ മാതാപിതാക്കന്മാർ നമുക്ക് തന്നിരുന്നത് എങ്ങനെയാ? നമ്മുടെ കുഞ്ഞുങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ അവരുടെ തലയുടെ മുകളിലും കാലിൻ്റെ അടിയിലും ഇരുവശങ്ങളിലൊക്കെ കുരിശൊക്കെ വരക്കുമായിരുന്നു. ഇത് കുഞ്ഞുങ്ങളെ യഥാർത്ഥത്തിൽ ഉറക്കത്തിലെ ഞെട്ടലുകളിൽ നിന്നും ദുസ്വപ്നങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കുമായിരുന്നു. ഇന്ന് മാതാപിതാക്കൾ നമ്മുടെ ആ പഴയ പാരമ്പര്യങ്ങളൊക്കെ മറന്നുപോയിരിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ സൂക്ഷിച്ചിരുന്ന വെഞ്ചരിച്ച ഹാനാം വെള്ളത്തിൻ്റെ ശക്തി കൊണ്ട് പാവപ്പെട്ട പഴയ കാരണന്മാരൊക്കെ മാറാ രോഗങ്ങൾ വരെ മാറ്റിയിട്ടുണ്ട്. ഞാനും ഇന്ന് ഓർക്കുന്നത്, പണ്ട് കുഞ്ഞിൽ വലിയ പനി പിടിച്ച് കിടക്കുന്ന സമയത്ത് രാത്രിയിൽ ആശുപത്രി കൊണ്ടുപോകാൻ നിവൃത്തിയിൽ അമ്മ മാത്രമേ ഉള്ളൂ. അപ്പം പട്ടാളക്കാരനാണ്. പനി പിടിച്ച് വിറച്ച് കിടക്കുമ്പോഴും ഏറ്റവും വലിയ മരുന്നായിട്ട് തന്നത് അമ്മ പറഞ്ഞു, മോനെ പേടിക്കേണ്ട, ഇതാ വെഞ്ചരിച്ച ഹാനാം വെള്ളം ഉപയോഗിക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടെ ആ വെഞ്ചരിച്ച ഹാനാം വെള്ളം അന്ന് കുടിച്ചപ്പോൾ എൻ്റെ പനി വിട്ടുമാറിയതായിട്ട് ഞാനിന്ന് ഓർക്കുകയാണ്. അപ്പം നമ്മുടെ കത്തോലിക്ക സഭയുടെ മുതൽക്കൂട്ടായിട്ടുള്ള വിശുദ്ധമായിട്ടുള്ള ആചാരങ്ങൾ അത് ഇന്ന് നമ്മൾ വളരെയധികം നിസ്സാരമായി തള്ളിക്കളയുമ്പോഴാണ്
സാത്താൻ നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ ആ പഴയ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് കുഞ്ഞുനാൾ മുതൽ തന്നെ നമ്മുടെ മക്കളെ ദൈവസ്നേഹത്തിലും പ്രത്യേകിച്ച് ദൈവവചനത്തോടുള്ള ദാഹത്തിലും വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എല്ലാ മനുഷ്യരും രക്ഷപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുക. ഒരു 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 കുട്ടി പോലും ഇങ്ങനെ നിരാശപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവനിങ്ങനെ വിഷാദ രോഗത്തിന്, അവനിങ്ങനെ ഭ്രാന്തിന് മദ്യത്തിന് മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോകുന്നത് കാരുണ്യവാനായ ദൈവത്തിന് ഒരിക്കലും സഹിക്കുകയില്ല. അതുകൊണ്ട് എല്ലാ ജനങ്ങളും എല്ലാ മനുഷ്യരും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച ദൈവം തൻ്റെ ഏകപുത്രനെ തന്നെ ഈ ലോകത്തിലേക്ക് അയക്കുകയാണ്. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് സകലവിധ തിന്മകളും ബന്ധിക്കപ്പെടുവാനുള്ള ശക്തി പരിശുദ്ധാത്മാവിലൂടെ പിതാവായ ദൈവം നൽകിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ കാനാൻകാരി സ്ത്രീ തൻ്റെ മകളെ ബാധിച്ചിരിക്കുന്ന ആ അസ്വസ്ഥത, അതൊരുപക്ഷെ എന്താണെന്ന് അവൾക്കറിയില്ലായിരിക്കും. ഒരുപക്ഷെ ആ മകൾ കാണിച്ചിരിക്കുന്ന ചേഷ്ടകൾ, അനുസരണക്കേടുകൾ, അനാവശ്യ ബന്ധങ്ങൾ, അനാവശ്യ കൂട്ടുകെട്ടുകൾ, അവളുടെ കുടുംബത്തിന് യോജിച്ച രീതിയിലല്ലാത്ത എന്തോ ഒന്ന് അവളുടെ മകൾക്ക് സംഭവിച്ചു. അവൾ എന്ത് ചെയ്യണമെന്ന് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് പാലസ്തീന തെരുവീതികളിലൂടെ ചെകിടന് കേൾവിശക്തിയും ഊമപ്പിശാചിനെ ബഹിഷ്കരിച്ചുകൊണ്ടും ബന്ധിച്ചുകൊണ്ടും മുന്നോട്ട് പോകുന്ന കർത്താവിനെ കുറിച്ച് കേട്ടത്. സങ്കീർത്തനങ്ങളും സുഭാഷിതങ്ങളും കൈമുതലില്ലാത്ത വിജാതിയായ ഒരു സ്ത്രീയാണ് കർത്താവിനോട് വന്ന് കേണപേക്ഷിക്കുന്നത്, ദാവീദിൻ്റെ പുത്രനായ ഈശോയെ എൻ്റെ മേൽ കനിയണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളിൽ ഇതേപോലെ കണ്ണുനീരിൻ്റെ ആ കണ്ണുനീരിൻ്റെ അവസ്ഥകളിലേക്ക് കടന്നു വരുമ്പോൾ വേറെ ഒരു മന്ത്രങ്ങളിലും കൂടോത്രങ്ങളിലും തന്ത്രങ്ങളിലുമൊന്നും പോകേണ്ട. നേരെ മറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൽ അഭയം പ്രാപിക്കുക. ദാവീദിൻ്റെ പുത്രനായ ക്രിസ്തുവേ, നീ എൻ്റെ മേൽ കനിയണമേ. ഒരു വിജാതീയ സ്ത്രീ ആയിരുന്നിട്ട് പോലും കർത്താവ് വന്നിരിക്കുന്നത് നഷ്ടപ്പെട്ടുപോയ ആടുകളെ തേടിയാണെന്ന് ആ വചനഭാഗത്തിൻ്റെ പിന്നാലെ പറയുന്നുണ്ടെങ്കിലും ഈ സ്ത്രീയുടെ വിശ്വാസം കണ്ട്, ഈ അമ്മയുടെ വിശ്വാസം കണ്ട് അവരുടെ മകൾക്ക് ഡെലിവറൻസ് കൊടുക്കുന്ന, അവരുടെ മകളെ ബാധിച്ചിരിക്കുന്ന തിന്മയെ ബഹിഷ്കരിക്കുന്ന കർത്താവിനെയാണ് മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21-ാം വാക്യം മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. അപ്പം നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ മക്കളെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും തിന്മകൾ ഇങ്ങനെ ബാധിച്ച് അടിമയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, നിരാശയ്ക്കും വിഷാദത്തിനും ആത്മഹത്യ പ്രവണതകളിലേക്കും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കുഞ്ഞുങ്ങളിങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, നമ്മുടെ മുൻപിലുള്ള ഏക മന്ത്രം എന്ന് പറയുന്നത് ആകാശത്തിനും ഭൂമിക്കും ഏക മധ്യസ്ഥനായി നൽകപ്പെട്ട യേശുവെന്ന നാമം മാത്രമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ, അവനിൽ അഭയം തേടുമ്പോൾ, അവനിൽ ആശ്രയിക്കുമ്പോൾ, അവൻ വരുന്നത് അവൻ മനസ്സിലാക്കിയാണ് ഈ കുഞ്ഞിനെ ബാധിച്ചിരിക്കുന്ന ഈ തിന്മകൾക്ക് കാരണം അവനിൽ ബാധിച്ചിരിക്കുന്ന അശുദ്ധ ശക്തികളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ അശുദ്ധ ശക്തികളെ ബഹിഷ്കരിക്കുവാനും ബന്ധിക്കുവാനും കഴിവുള്ളവനാണ് കർത്താവായ യേശു ക്രിസ്തു. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. നമ്മുടെ മക്കളിൽ ആരെങ്കിലും അതേപോലെ പെരുമാറുന്നുണ്ടോ എന്ന് കാണണം. അവിടെ ഒരു യുവാവ് രാപ്പകൽ കല്ലറകൾക്കിടയിലും മലകളിലുമായിരുന്നു. എത്രയോ നമ്മുടെ മക്കളാണ് അനുസരണക്കേട് മൂലം വീടുകളിൽ പാതിരാ നേരത്തേക്ക് കടന്നു വരുന്നത്. അവനെ പിടിച്ചു നിർത്താൻ കഴിയാത്ത വിധം, അവനെ ബന്ധിക്കാൻ കഴിയാത്ത വിധം അവൻ വളരെയധികം അസ്വസ്ഥനായിരുന്നുവെന്ന് ആ ഭാഗത്തെ വചനം പറയുന്നുണ്ട്. സ്വന്തം മക്കളെ നേരായ രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കാതെ കഷ്ടപ്പെടുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. കർത്താവായ ഈശോയ്ക്ക് മനസ്സിലായി ഇവൻ ഇങ്ങനെ പെരുമാറാൻ കാരണം അവനിൽ ബാധിച്ചിരിക്കുന്ന അശുദ്ധ ശക്തിയാണെന്ന്. അപ്പം അതുകൊണ്ട് ഇതൊരു മാനസിക പ്രശ്നം മാത്രമല്ല, ഇതൊരു ആത്മീയ പ്രശ്നമാണ്. കർത്താവായ ഈശോ ഉപയോഗിക്കുന്ന ഫോർമുല താച്ചി എഷി ദ ക്വൈസ്തു വോമോ, ഈ മനുഷ്യനിൽ നിന്ന് വിട്ടുപോകുക. അശുദ്ധാത്മാവെ ഈ മനുഷ്യനിൽ നിന്ന് വിട്ടുപോകുക. പ്രിയപ്പെട്ടവരെ, മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം കാണുന്നത് പിന്നീട് സുബോധത്തോടെ വസ്ത്രം ധരിച്ചു നിൽക്കുന്ന ആ മകനെയാണ്.
അപ്പോൾ ഈ ധ്യാനം, കാനാൻകാരി സ്ത്രീയുടെ മകളെ സുഖപ്പെടുത്തിയ കർത്താവ് നമ്മുടെ കുടുംബങ്ങളിലെ മക്കളെ സകലവിധ അശുദ്ധ ശക്തികളിൽ നിന്നും, ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും, മദ്യം, മയക്കുമരുന്ന്, ഭീകരത, വെറുപ്പ്, വിദ്വേഷം, ശാപം, സാമ്പത്തിക തകർച്ച, രോഗപീഠകൾ തുടങ്ങിയ എല്ലാ തിന്മകളിൽ നിന്നും കർത്താവ് യേശുവിൻ്റെ നാമത്താൽ അവർ രക്ഷിക്കപ്പെടട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. കർത്താവ് ഈശോയെ, അത്ഭുതങ്ങളുടെ ദൈവമേ, അടയാളങ്ങളുടെ ദൈവമേ, നിന്റെ നാമത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളെ ബാധിച്ചിരിക്കുന്ന, പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കളെ, പുതിയ തലമുറകളെ ബാധിച്ചിരിക്കുന്ന സകലവിധ തിന്മകളെയും ബന്ധിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആ തിന്മകൾ ബഹിഷ്കരിക്കപ്പെടട്ടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ, കത്തോലിക്ക സഭയുടെ നാമത്തിൽ, പരിശുദ്ധ കുർബാനയുടെ നാമത്തിൽ ആധുനിക ലോകത്ത് യുവതി യുവാക്കന്മാരെയും ചെറിയ കുട്ടികളെയും ബാധിച്ചിരിക്കുന്ന എല്ലാവിധ അസ്വസ്ഥതകളും ആത്മഹത്യ പ്രവണതകളും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.